ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ഗ്രാൻഡ് വിറ്റാറാണ് എൻ്റെ കൂടെയുള്ള ഗ്രാൻഡ് വിറ്റാറ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു മോഡലാണ്. വേറൊന്നുമല്ല, നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. നേരത്തെ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് ടോപ്പ് 2 വേരിയൻസിലാണ് വരുന്നത്. വേരിയൻസ് പോകുന്നത് എങ്ങനെ, സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നിങ്ങനെയാണ് നമുക്ക് വേരിയൻസുകൾ പോകുന്നത്. ഡെൽറ്റ എന്ന വേരിയൻറ്റിൽ നേരത്തെ ഈ സ്ട്രോങ് ഹൈബ്രിഡ് ഇല്ലായിരുന്നു. തൊട്ടടുത്ത 2 വേരിയൻസിലാണ് വരുന്നത്. അപ്പം ഇതിപ്പോൾ പുതുതായിട്ട് വന്നതാണ്, ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ സീറ്റ പ്ലസ് അങ്ങനെയാണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ വേരിയൻറ്റുകൾ പറഞ്ഞത്. പ്ലസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ഡെൽറ്റ പ്ലസ് എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത വാഹനമാണ്. 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. 20,87,000 റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പ്യുവർ ഹൈബ്രിഡ് വാഹനം. 27 സംതിങ് റേഞ്ചിൽ ഈ വാഹനത്തിന് മൈലേജും കമ്പനി അവകാശപ്പെടുന്നു. അതായത് ഒരു ബുള്ളറ്റ് കൊണ്ടു നടക്കുന്ന അത്രയും എക്സ്പെൻസ് ഈ ഒരു വാഹനം കൊണ്ട് നടക്കുന്നതിന് വരുന്നുള്ളൂ. കാര്യം ഇതൊരു EVയും കൂടെ ചേർത്ത് ബാറ്ററി യൂണിറ്റും കാര്യങ്ങളൊക്കെ പുറകെ സൈഡിൽ റിയർ സൈഡിൽ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതും. എഞ്ചിൻ റൂമൊക്കെ തുറന്ന് നമ്മൾ കാണിച്ചു തരാം. ഇനി ഫീച്ചേഴ്സ് വൈസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു പ്യുവർ അതായത് ഒരു ഹൈബ്രിഡ് വാഹനമാണ് എന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയൊന്നുമില്ല. നമുക്കത് ഡ്രൈവിംഗ് സമയത്തൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പമേറിയ ഗ്രിൽ യൂണിറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ ക്രോം എലമെൻസും പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. DRL അവൈലബിൾ ആണ്. അവിടെ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററും വരുന്നത്. പ്രൊജക്ട് ടൈപ്പ് എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തൊക്കെ ചെറിയ ഗ്ലോസി എലമെൻറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഹുഡിൻ്റെ പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും ഹുഡിൻ്റെ പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പം റിയറിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എഞ്ചിൻ റൂം തുറന്ന് നിങ്ങൾക്ക് കാണിച്ചേക്കാം. എഞ്ചിൻ റൂം ഒന്ന് കണ്ടോ. 1.5 ലിറ്ററാണ് ഇതിൻ്റെ എഞ്ചിൻ നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 27 കിലോമീറ്റർ റേഞ്ചിലാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം. വേറെ ടോപ്പിലായിട്ട് അങ്ങനെ കവറിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നിട്ട് കവറിംഗ് കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണെന്ന് എനിക്കൊന്ന് തോന്നി. 2087 ഓൺ റോഡ് വിലയെന്ന് ഞാൻ പറഞ്ഞു. 2797 കേട്ടോ ഇതിൻ്റെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. 113 bhp വരുന്നുണ്ട്. ഏകദേശം 141 Nm ടോർക്ക് നമുക്ക് വരുന്നുണ്ട് വാഹനത്തിന്. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വെൽ പാക്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്ന എഞ്ചിൻ റൂമാണ് വാഹനത്തിൽ വരുന്നത്. ജസ്റ്റ് ഞാൻ എഞ്ചിൻ റൂം തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹുഡിൻ്റെ ഈ ഒരു ഹുഡൊക്കെ നോക്കി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നോർമലി മാരുതി വാഹനങ്ങൾ പോലെയല്ല. വെയിറ്റ് കണ്ട അത് അടഞ്ഞ സൗണ്ട് തന്നെയൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. DRL വരുന്നുണ്ട്, ഓൾറെഡി ഞാൻ സംസാരിച്ചു. അത് നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് ഒരു സമയത്ത് അലോയോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ കിട്ടില്ല. ഇത് സെക്കൻഡ് വേരിയൻ്റ് ആണല്ലോ. അതിനകത്ത് പുതുതായിട്ടാണല്ലോ ഈ ഒരു ഈ ഒരു ഹൈബ്രിഡ് മോഡൽ ലോഞ്ച് ചെയ്തത്. വീൽ കപ്പാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോഴോടെ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് 215/60R17 ആണ്. അതായത് 17 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ കമ്പനി നൽകിയത്. അത്യാവശ്യം ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറയൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അത് വേണമെങ്കിൽ അക്സസറീസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് ഈ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാടെങ്കിൽ ക്യാരക്ടർ ലൈൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു സൈഡ് പോർഷനിൽ പറയാനായിട്ട് ക്ലാഡിംഗ് ഒക്കെ താഴെ കൂടെ പോകുന്നതായിട്ട് കാണാം. റൂഫ് റെയിൽ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല സിൽവർ ഫിനിഷിലാണ് ആ ഒരു റൂഫ് റെയിലും കമ്പനി നൽകിയത്. വേറെ ഒരുപാട് ക്രോം എലമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ചെറിയ ഗ്ലാസ് ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് കാണാം. ഇവിടെയും ചെറിയൊരു ഒരു ഗ്ലോസി എലമെൻറ്റ്, ആ ഒരു റൂഫ് റെയിൽ പോലെ തന്നെ തോന്നുന്ന ഒരു ഗ്ലോസി എലമെൻറ്റ് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. റിയർ പ്രൊഫൈൽ ഷാർഫിന് ആനിൽ നൽകിയിട്ടുള്ളത് കാണാം. ഹൈമൗണ്ട് സ്റ്റോപ്പിന് ഡിഫോഗർ ലൈനും ഒക്കെ വരുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാർ എന്നൊരു ബ്രാൻഡിങ്ങും ഹൈബ്രിഡ്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹൈബ്രിഡ് വാഹനമായതുകൊണ്ട് ഹൈബ്രിഡ് എന്നൊരു ബ്രാൻഡിങ് കൂടി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ആ കണക്റ്റഡ് പോകുന്ന രീതിയിലുള്ള ടെയിലാം യൂണിറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. LED ടെയിലാം യൂണിറ്റ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോർമലി ഗ്രാൻഡ് വിറ്റാറ പോലെയല്ല ഇത്. കുറച്ചുകൂടി ഇവിടെ നമുക്ക് കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. വേറൊന്നുമല്ല, അതിൻ്റെ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ ഇപ്പം പുറകെ സൈഡിലായിട്ടാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ഹൈബ്രിഡ് വാഹനമായതുകൊണ്ടാണ് ബാറ്ററിയുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ റിയർ സൈഡിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. 60/40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. പാർസൽ ട്രെയിൻ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് അവർ നൽകി. കൂടാതെ ഒരു ലൈറ്റ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ അവർ ഹൈബ്രിഡ് കൊണ്ടുവന്നു എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അകത്തേക്ക് പോവാം. കീലെസ് എൻട്രി വരുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് നിങ്ങൾ കണ്ടേ ഈ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ആ ഒരു സ്വിച്ചിൻ്റെ ഒരു കളർ തീം ഉണ്ട്. ഒരു EV വാഹനങ്ങളൊക്കെ വരുന്നത് പോലുള്ള ഒരു കളർ ചേഞ്ച് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് മോഡലുകളിൽ ഈ ഒരു രീതിയിലാണ് ആ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ആ ഒരു കൺട്രോൾ, ആ ഒരു സ്വിച്ചിൻ്റെ ഒരു കളർ തീം അവർ നൽകിയിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോളൊക്കെ ഈ വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നോക്കിക്കോട്ടെ, ടിൽ ആൻഡ് ടെലസ്കോപ്പിക് ഉണ്ടോ ഉണ്ടോ. ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ക്രൂയിസ് കൺട്രോൾ പറഞ്ഞു, പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഡോർ പാഡിലേക്ക് പോകാം.
സോഫ്റ്റ് വാട്ടർ മെറ്റീരിയലൊക്കെയാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ നമുക്ക് വരുന്നുണ്ട്, ലോക്ക് അൺലോക്ക് മിറർ ഫോൾഡിംഗ് ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. പുഷ്പയുടെ സ്റ്റാർട്ടാണ് ഞാൻ ഓൾറെഡി ആണെന്ന് പറഞ്ഞു. അപ്പോൾ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല തൈ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സീറ്റും കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ ചരിഞ്ഞൊക്കെ പോയത് ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം കോഫാസ് ഇരിക്കുന്ന ഒരാൾ നമ്മൾ പെട്ടെന്നൊരു ടേണൊക്കെ എടുത്താൽ പോലും അവർ അത്യാവശ്യം എന്താ പറയുക സീറ്റ് ഇങ്ങനെ ഹഗ് ചെയ്തിരിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കംഫർട്ട് കിട്ടുന്നുണ്ട്. ലെതർ റാപ്പിഡ് അല്ല സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ EV-യിലാണ് കിടക്കുന്നത്. ഇതാണ് വാഹന കീ വരുന്നത്. നല്ല പ്രീമിയം കീ തന്നെയാണ്. നമ്മൾ മാരുതിയുടെ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഒരു കീ തന്നെയാണ്. പുഷ്പയുടെ സ്റ്റാർട്ട് വരുന്ന വാഹനങ്ങളല്ല ഈ ഒരു ടൈപ്പ് കീ തന്നെയാണ് മാരുതിയിൽ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ക്ലസ്റ്ററിലേക്ക് വരാം. ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത്. കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഹൈബ്രിഡ് മോഡലിലാണ് ഈ ഒരു രീതിയിലുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. വോളി ഒന്ന് കുറച്ചോട്ടെ. പിന്നെ റിവേഴ്സ് ക്യാമറ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വേരിയൻറ്റിൽ. കാരണം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ. 360 ക്യാമറ വരുന്നില്ലേ എന്നുള്ളൂ. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റും നല്ല രസമുണ്ട് കാണുന്നതിന്. ഡ്രൈവ് മോഡ്സും നമുക്ക് അവൈലബിൾ ആണ്. പവർ മോഡ് വന്നു, അതുപോലെ എക്കോ മോഡ് വന്നു. അങ്ങനെ ഡ്രൈവ് മോഡ്സും നമുക്ക് അവൈലബിൾ ആണ്. അത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു കളർ തീമിൽ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. മറ്റുള്ള ബേസിക് ഡീറ്റെയിൽസ് തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണുന്നത്. കൺട്രോൾസും കാര്യമൊക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ചു. ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഹനത്തിന് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാം. USB സ്ലോട്ടും നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഈ ഒരു രീതിയിലാണ് സെൻട്രൽ ടണൽ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ആ ഒരു EV മോഡിൻ്റെ ഒരു കൺട്രോൾ ആണ് ഇവിടെ വരുന്നത്. ഡ്രൈവ് മോഡിൻ്റെ കൺട്രോൾസാണ് ഇവിടെയായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഡ്രൈവിൻ്റെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്. ആംറസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ശകലം സ്റ്റോറേജ് സ്പേസും അതിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. കീയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു. നല്ല സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സീറ്റിൻ്റെ കളർ തീമൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം, അതിനൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ലൈറ്റ് യൂണിറ്റ് അവൈലബിൾ ആണ്. ഇവിടെ മിററും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇവിടെ മിറർ ഉണ്ടോ നോക്കിക്കോട്ടെ. ഇവിടെയും നമുക്ക് മിറർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇത് സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് കൂടി ഓർത്തോണം. അത് മാത്രമല്ല പ്യുവർ ഹൈബ്രിഡ് കൂടിയാണ് ഈ ഒരു വാഹനം. 27 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ മൈലേജ് പറയുന്നത്. അതൊരു ബുള്ളറ്റിനൊക്കെ കിട്ടുന്ന ഒരു മൈലേജാണ് ഈ വാഹനത്തിന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പല കസ്റ്റമർക്കും 30 വരെ മൈലേജ് കിട്ടിയുള്ള കസ്റ്റമറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സർട്ടിഫിക്കറ്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് മൈലേജ് ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് റിയർ സൈഡിലേക്ക് വരാം. അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് 2 ടൈപ്പ് ചാർജിങ് സോക്കറ്റ് ഫാസ്റ്റ് ചാർജിങ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. പിന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംറസ്റ്റ് ഉണ്ട്, 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, 3 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത് നല്ലൊരു കാര്യം. 2 സീറ്റിൻ്റെ പുറകിൽ നോക്കിയാലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. സൺബ്ലൈൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല, അത് അക്സസറീസ് ആയിട്ട് ചെയ്താൽ മതി. ടോപ്പിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല സ്പേസ് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിലും നൽകിയിട്ടുണ്ട്. ഇനി നേരെ എഞ്ചിൻ റൂം നമ്മൾ കാണിച്ചതാണ്. അപ്പം ഇനി വേറെന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വാഹനമാണ്. വാഹനം എന്ന് പറയാൻ പറ്റത്തില്ല, പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വേരിയൻ്റാണ്. ഡെൽറ്റ പ്ലസ് എന്നതാണ് ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത്. വില നമ്മൾ സംസാരിച്ചു 20,80,000 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് നമുക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഓഫർ 30,000 രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പിന്നെ ഈ 50,000 കൂടാതെ എക്സ്ചേഞ്ച് ബോണസിൽ വേറൊരു കാര്യമുള്ളത്, ഇനി ബ്രസയോ എസ്ക്രോസോ തുടങ്ങിയ വാഹനങ്ങളൊക്കെയാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലസ് ഒരു 50,000 രൂപ കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്രത്തോളം ഓഫർ നമുക്ക് ഈ വാഹനത്തിന് കിടപ്പുണ്ട്. വലിയ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്യൂർ ഹൈബ്രിഡാണ് വാഹനം വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് വേരിയൻറ്റ് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് സ്വന്തമാക്കാനാണ്. ഇപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ഈ ഒരു മോഡൽ വന്നതുകൊണ്ട് എന്താണ് ഗുണം? ടോപ്പിൽ 2 വേരിയൻറ്റുകൾ നേരത്തെ ഉള്ളത്. അപ്പോൾ അത്രത്തോളം പ്രൈസ് ഹൈക്കായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു വേരിയൻറ്റിൽ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുണ്ട്. നല്ലൊരു ഹോണ്ട സിറ്റിയുടെ ഹൈബ്രിഡ് ഒക്കെ വേണം നമുക്ക്. എനിക്ക് 27 ലക്ഷം കണ്ട് ഓൺ റോഡ് വരുന്നുണ്ട്. ആ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു SUV വാഹനം 27 മൈലേജ് ഉള്ളൊരു വാഹനം ഒരു 20,000 ലക്ഷത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. പിന്നെ കുറച്ച് 1-2 കാര്യങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. ഒരു അലോയൊക്കെ ഒന്ന് മേടിച്ചിടുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി. എന്തായാലും 20 ലക്ഷം കൊടുത്തെടുക്കുമ്പോൾ ഒരു അലോയ ഇടുന്നത് വലിയ കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊന്നുമില്ല പറയാനായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.